എന്നാലും എത്ര പെട്ടെന്നാണ് അവളെല്ലാം മറന്നത്. കണ്ടില്ലേ, സദാസമയം ഓൺലൈനിലാണ്. ദിവസവും ഏതൊക്കെ സൈസിലുള്ള ഫോട്ടോകളാണ്. എന്നാലും നാട്ടുകാരെന്ത് പറയുമെന്നെങ്കിലുമുള്ള ബോധം വേണ്ടേ? കെട്ടിയോൻ ജാകാൻ കാത്തിരിക്കുമായിരുന്നെന്ന് തോന്നുന്നു അവളുടെ തനി സ്വരൂപം പുറത്തു വരാൻ. കയ്യിലിരുന്ന മൊബൈൽ ഫോൺ ഭർത്താവിന്റെ നേർക്ക് നീട്ടിപ്പിടിച്ചുകൊണ്ടാണ് വനജ ഉറഞ്ഞു തുള്ളിയത്. അവളുടെ ഭർത്താവ് ഇന്ദുഗോപനാകട്ടെ പെട്ടെന്നിവൾക്ക് എന്താണ് സംഭവിച്ചത് എന്നറിയാതെ അന്തം വിട്ടു. നീ ഗോപേട്ടാ, നോക്കിങ്ങോട്ട്. നിങ്ങളുടെ പുന്നാര പെങ്ങൾക്ക് ഇതെന്തിന്റെ കേടാണെന്ന് നോക്കിക്കേ. അയ്യോ, അവൾക്കെന്തുറ്റി? അയാൾ കണ്ടു ഫേസ്ബുക്ക് സ്റ്റോറിയിൽ സുഹൃത്തുക്കൾക്കൊപ്പം ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന തന്റെ കുഞ്ഞനുജത്തി ഗാഥയുടെ ഫോട്ടോസ്. പക്ഷെ അത് കണ്ടിട്ട് അയാൾക്ക് സന്തോഷമാണ് തോന്നിയത്. അവളൊന്ന് ചിരിച്ചു കാണാൻ ഒരുപാട് കൊതിച്ചിട്ടുണ്ട്. പാവം, 27 വയസ്സിൽ വിധവയായവളാണ്. ഇന്നവൾക്ക് 30 വയസ്സുണ്ട്. ഇപ്പോഴും കണ്ടാൽ കല്യാണം കഴിച്ചതാണെന്ന് പോലും ആരും പറയില്ല. 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു മകൾ മാത്രമാണ് അവൾക്കുള്ളത്. എത്ര വട്ടം താനും മൂത്ത ജ്യേഷ്ഠനുമൊക്കെ അവളെ നിർബന്ധിച്ചിരിക്കുന്നു പുതിയൊരു ജീവിതത്തിന്. നീ ഇപ്പോഴും ചെറുപ്പമാണ്. മരിച്ചുപോയവർ ഇനി ഒരിക്കലും തിരിച്ചു വരില്ല. അതിന്റെ പേരിൽ വെറുതെ നിന്റെ ജീവിതം ഇല്ലാതെയാക്കരുത്. എന്നും ഞങ്ങൾ ആരും കണ്ടെന്നു വരില്ല. നിന്റെയും മോളുടെയും കാര്യങ്ങൾ നോക്കാൻ ഞങ്ങൾക്ക് മനസ്സില്ലാഞ്ഞിട്ടല്ല ഇങ്ങനെയൊക്കെ പറയുന്നത്. ഒരു കാലത്ത് നിന്റെ മക്കളും നിന്നെ വിട്ടിട്ട് മറ്റൊരു വീട്ടിലേക്ക് പോകും. അപ്പോഴാണ് നിന്റെ ഏകാന്തത നിന്നെ പിടിമുറുക്കുന്നത്. ആരുമില്ല എന്ന തോന്നലുണ്ടാവുന്നതും അപ്പോഴായിരിക്കും. അതുകൊണ്ട് നല്ല പ്രായത്തിൽ നീ മറ്റൊരു ജീവിതത്തിന് തയ്യാറാവണം. അങ്ങനെ എന്തെല്ലാം പറഞ്ഞ് മനസ്സ് മാറ്റാൻ നോക്കി. പക്ഷെ ഒന്നിനും അവൾ അടുത്തില്ല. അല്ലെങ്കിൽ അവൾ മാറില്ലെന്ന് അറിയാഞ്ഞിട്ടല്ല, അത്രയ്ക്കും സ്നേഹത്തോടെ കഴിഞ്ഞവരായിരുന്നു ഗാഥയും ശ്രീയും. ഏട്ടന്മാർക്കെല്ലാം എന്നോടൊരുപാട് സ്നേഹമുണ്ടെന്ന് എനിക്കറിയാം. എങ്കിലും ശ്രീയേട്ടനെ മറന്ന് ഇനി എനിക്കൊരു ജീവിതമില്ല. നിങ്ങൾ എനിക്കൊരു ജോലി വാങ്ങിച്ചു തന്നാൽ മാത്രം മതി. ഞാൻ എൻ്റെ കുഞ്ഞിനെയും കൊണ്ട് ആർക്കും ഒരു ബുദ്ധിമുട്ടും വരാതെ ജീവിച്ചോളാം. ഉറച്ച തീരുമാനത്തിൽ നിന്ന് മാറി നിൽക്കാൻ അവൾ തയ്യാറായില്ല. അല്ലെങ്കിലും പണ്ടേ അവൾ അങ്ങനെയാണ്. എന്തെങ്കിലും തീരുമാനിച്ചു കഴിഞ്ഞാൽ ആരെക്കൊണ്ടും അതിനൊരു ഇളക്കം വരുത്താൻ സാധിക്കില്ല. എങ്കിലും തങ്ങളുടെ ഒരേ ഒരു കുഞ്ഞനിയത്തിയെ അങ്ങനെ വെറുതെ വിടാൻ പറ്റില്ലല്ലോ. MCA-കാരിയായ അവൾക്കൊരു പ്രൈവറ്റ് ബാങ്കിൽ ജോലി ശരിയാക്കി കൊടുക്കാൻ വലിയ പാടുപെടേണ്ടി വന്നതുമില്ല. എങ്കിലും അവൾക്കൊരു കൂട്ടുവേണ്ടേ എന്നൊരു ചോദ്യവും ആദിയും എല്ലാവരുടെയും ഉള്ളിൽ എപ്പോഴും അവശേഷിച്ചു. പ്രത്യേകിച്ച് പ്രായമായ അമ്മയുടെ മനസ്സിൽ. അമ്മയ്ക്ക് താൻ ജീവിച്ചിരിക്കെ തന്റെ പൊന്നുമോൾ ചെറുപ്രായത്തിലെ വിധവയായതിന്റെ മനോവിഷമം ചില്ലറയല്ല. അവളെക്കുറിച്ചുള്ള ആദ്യ കയറിയാണ് അമ്മ രോഗക്കിടക്കയിലായത്. അമ്മയ്ക്ക് ആശ്വാസം കിട്ടണമെങ്കിൽ അവൾക്കൊരു ജീവിതം ഉണ്ടാകണം. അത് കണ്ടിട്ട് കണ്ണടയ്ക്കാനുള്ള ഭാഗ്യം അമ്മയ്ക്കുണ്ടാകുമെന്ന് തോന്നുന്നില്ല. അവളുടെ ഭർത്താവ് ശ്രീകാന്ത് നല്ലൊരു മനുഷ്യനായിരുന്നു. ഗാഥയെ അയാൾ പൊന്നുപോലെയാണ് കൊണ്ടു നടന്നത്. ഒരു പ്രൈവറ്റ് കമ്പനിയിൽ അക്കൗണ്ടന്റായിരുന്നു. നല്ലതൊന്നും ഒരുപാട് കാലത്തേക്ക് നിലനിൽക്കില്ലല്ലോ. പതിവ് പോലെ അയാൾ ജോലിക്ക് പോകുന്ന വഴി സംഭവിച്ച ഒരു ആക്സിഡന്റാണ് പൊടുന്നനെ അവളെ വിധവയാക്കിയത്. അതിനുശേഷം എത്രയോ നാളുകൾ ഗാഥ മെന്റൽ ട്രീറ്റ്മെന്റിലായിരുന്നു. മുറിയിൽ നിന്ന് പുറത്തിറങ്ങാതെ, ആരോടും മിണ്ടാതെ, കുളിക്കാതെയും ഒരുങ്ങാതെയും മോളെപ്പോലും ശ്രദ്ധിക്കാതെയും ചിരിക്കാനും കരയാനും എന്തിന് ആരോടെങ്കിലും ഒന്ന് ദേഷ്യപ്പെടാൻ പോലും കഴിയാതെ ഒരു വലിയ തീരാ ദുഃഖമായി മുറിക്കുള്ളിൽ നിന്ന് പുറത്തിറങ്ങാതെ കഴിഞ്ഞപ്പോൾ അവൾ എല്ലാവർക്കും ഒരു മാതൃകാ വിധവയായിരുന്നു. അതെ, ഇങ്ങനെ തന്നെ ആയിരിക്കണം ഭർത്താവിനോട് സ്നേഹമുള്ള ഏതൊരു പെണ്ണും ചെയ്യേണ്ടത് എന്ന് നാട്ടുകാരും വിധിയെഴുതി. പക്ഷേ മോളുടെ കുസൃതികളും നിർബന്ധങ്ങളും വഴക്കുകളും അവളെ പതിയെ പതിയെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവന്നു എന്നതായിരുന്നു യാഥാർത്ഥ്യം. തന്റെ മാത്രം ദുഃഖം എന്തിന് ഒന്നും അറിയാത്ത പാവം മകൾക്ക് കൂടി പങ്കുവെച്ചു കൊടുക്കണം? അച്ഛനില്ലാത്ത ദുഃഖമോ കുറവുകളോ അവളെ അറിയാൻ ഇടവരരുത്. അവൾ അങ്ങനെ പഴയ ഗാഥയിലേക്കുള്ള തിരിച്ചുവരവിനായി മനസ്സുകൊണ്ടൊരുങ്ങി. എന്നും രാവിലെ സ്വന്തം സ്കൂട്ടറിൽ മോളെ സ്കൂളിൽ കൊണ്ടുവിട്ടിട്ടാണ് അതുവഴി അവൾ ബാങ്കിൽ പോകുന്നത്. തിരികെ വരുമ്പോൾ അമ്മയുടെ അടുത്ത് കയറി ഒരൽപ്പം സമയം ചിലവിട്ടിട്ട് തിരികെ സ്വന്തം വീട്ടിലേക്ക് പോവുകയും ചെയ്യും. ശ്രീയുടെ അമ്മയോടൊപ്പമാണ് ഇന്നവൾ കഴിയുന്നത്. അവർക്കും അവളെ മകനെപ്പോലെ തന്നെ നിറഞ്ഞ സ്നേഹം മാത്രം. കാലം മായ്ക്കാത്ത മുറിവുകളുണ്ടോ? ഇന്നവൾക്കൊരു ലക്ഷ്യമുണ്ട്. മകളെ പൊന്നുപോലെ വളർത്തണം. അതിനുവേണ്ടി എല്ലാ ദുഃഖവും ആകുലതകളും ചിന്തകളും അവൾ ദൂരെ കളഞ്ഞിരിക്കുന്നു. അവളുടെ ആ നല്ല മാറ്റങ്ങൾ വീട്ടുകാരും ആശ്വാസത്തോടെയാണ് കാണുന്നത്. പക്ഷെ ഒരു പെണ്ണിന്റെ ശത്രു എപ്പോഴും മറ്റൊരു പെണ്ണ് തന്നെ ആയിരിക്കും എന്നതിന് ഉദാഹരണമാണ് തന്റെ ഭാര്യ. അവളുടെ ഈ കുശുമ്പും അസഹിഷ്ണുതയും. ഹോ, ഇതാണോ ഇത്ര വലിയ കാര്യം? അവൾക്ക് അതൊക്കെ സന്തോഷം കൊടുക്കുന്നുണ്ടെങ്കിൽ നമ്മളെന്തിനാ വെറുതെ അതിലൊക്കെ തലയിടുന്നത്? മരിച്ചുപോയവരെ ഓർത്ത് ജീവിതകാലം മുഴുവനും ജീവിച്ചിരിക്കുന്നവർ നരകിച്ചോണോ എന്നൊന്നും നിയമമില്ലല്ലോ. ഇത്രയും നാളുകൾ അവൾ ഒതുങ്ങിക്കൂടിയില്ലേ? ഇനിയെങ്കിലും അവളെ അവളുടെ പാട്ടിന് വിട്ടേക്ക്. അയാളെല്ലാം പറഞ്ഞ് അവസാനിപ്പിച്ചതുപോലെ വായിച്ചുകൊണ്ടിരുന്ന പത്രം മടക്കി സെറ്റിയിലേക്കിട്ടിട്ട് എഴുന്നേറ്റു. വനജയ്ക്ക് അത് കണ്ട് വിറഞ്ഞു കയറി. സ്വന്തം പെങ്ങളുടെ കാര്യമായതുകൊണ്ടല്ലേ അയാൾക്കൊരു കുറ്റവും തോന്നാത്തത്. പെങ്ങളെ പുന്നാര ആങ്ങളമാരെല്ലാവരും കൂടി അഴിച്ചു വിട്ടേക്കാണ്. അനുഭവിച്ചോളും. കുറച്ചു കഴിയുമ്പോൾ ആരുടെയെങ്കിലും കൂടെ ഇറങ്ങിപ്പോയെന്ന് പറഞ്ഞാലും ഇവരൊക്കെ സന്തോഷിച്ചുകൊണ്ടിരിക്കും. അല്ല പിന്നെ. അവൾ ഫോണിലേക്ക് വീണ്ടും നോക്കി.
എന്നാലും അവൾക്ക് എന്തെങ്കിലും വിഷമമുണ്ടോന്ന് നോക്കിക്കേ. എന്തൊരു ചിരിയാണ്. ഒരു പെൺകൊച്ച് വളർന്നു വരുന്നുണ്ടെന്നുള്ള വിചാരമെങ്കിലും വേണ്ടേ? വനജയെ, നീ ഇനിയും അത് വിട്ടില്ലേ? എനിക്ക് ഓഫീസിൽ പോകാൻ നേരമായി. ആ ഫോട്ടോയ്ക്ക് ഒരു ലൈക്ക് കൊടുത്തിട്ട് നീ എനിക്ക് കഴിക്കാൻ എന്തെങ്കിലും എടുത്തു വെക്ക്. ദേഷ്യത്തോടെ കയ്യിലിരുന്ന ഫോണെടുത്ത് കസേരയിലേക്ക് എറിഞ്ഞിട്ട് ചവിട്ടിത്തുള്ളി അവൾ അടുക്കളയിലേക്ക് നടന്നു. അപ്പോഴും ഉള്ളു കിടന്ന് തിളച്ചു മറിഞ്ഞുകൊണ്ടിരുന്നു. എന്നാലും അവളൊരു വിധവയല്ലേ? ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.